കൂട്ടായ്മയുടെ ആഘോഷങ്ങൾക്ക് പുറമെ മതസൗഹാർദ്ദത്തിന് അടയാളമാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല ദിനത്തിൽ പള്ളിയിലെ ദിവ്യബലി ഉൾപ്പെടെ മാറ്റിവെച്ച് ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയാണ് തിരുവനന്തപുരം പാളയം ലത്തീൻ കത്തീഡ്രൽ. രാവിലെ 8 മണി വരെയുള്ള ദിവ്യബലി ഉൾപ്പെടെയുള്ള പള്ളിയിലെ എല്ലാ ചടങ്ങുകളും നിർത്തിവെച്ചാണ് പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥനാ ഹാൾ ഉൾപ്പെടെ വിട്ടുകൊടുത്ത ലത്തീൻ സഭ മാതൃകയാവുന്നത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നാടും നഗരവും ഒക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. അന്ന് ആറ്റുകാൽ ദേവി പൊങ്കാലയുടെ അന്ന് പാളയം കത്തീഡ്രലിലെ കുർബാന, രാവിലത്തെ കുർബാന മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ശുഭമുഹൂർത്തത്തെ പറ്റി പാളയം കത്തീഡ്രൽ വികാരി വിൽഫ്രഡ് ഫാദർ നമ്മോട് പ്രതികരിക്കും. ഫാദർ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചത്? ഈ ആറ്റുകാൽ പൊങ്കാല ഈ ഒരു നഗരത്തിൻ്റെ ആധ്യാത്മികയുടെ ഒരു ഉണർവായിട്ട് തന്നെ മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ധാരാളം ആൾക്കാർ, അതായത് 2009 തന്നെ വേൾഡ് റെക്കോർഡ്, അതായത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് 2097 തന്നെ സ്ഥാനം പിടിച്ചു. പക്ഷേ 2009 ആയപ്പോൾ അതിൻ്റെ ഇരട്ടിയ സംഖ്യയിലൂടെ ആൾക്കാർ മാറി. ഇത്തവണ ഇത് സൺഡേ ആണ് വന്നിരിക്കുന്നത്. സൺഡേ ആണ് വന്നപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തും സൺഡേ ആണെന്നുള്ള പേരിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു പിൻവാങ്ങാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിന്നത്. 8:30 തൊട്ടുള്ള സമയം, അതായത് 8:45 ദിവ്യബലി ഞങ്ങൾ 8:30 നേരത്തെ ആക്കി മാറ്റുകയാണ്. അതിനുശേഷം 10 മണിക്കുള്ള ദിവ്യബലി ഒഴിവാക്കി, അതുപോലെ 3:30 ദിവ്യബലിയും ഒഴിവാക്കി. ഇടയ്ക്കുള്ള മതബോധന ക്ലാസ്സുകൾ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ ഒരു ദേവാലയ അങ്കണം മുഴുവനും ആൾക്കാർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള അവർക്ക് വന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള സമയവും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോളും നമ്മൾ തുറന്നു കൊടുക്കുകയാണ് അവർക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയുള്ള. ആ വിശ്രമ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ലഘു പാനീയങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാളയം കത്തീഡ്രലിലും മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ആറ്റുകാൽ പൊങ്കാല നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയുടെ വസ്ത്രത്തിൽ സ്ത്രീ പിടിക്കുകയും അതോടൊപ്പം തന്നെ അതേ തുടർന്ന് മാതാവിൻ്റെ സാരി ഇവിടുത്തെ വികാരി അച്ഛനെടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തൊരു പാരമ്പര്യം ഈ പള്ളിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ഓർമ്മയും കൂടി എങ്ങനെയാണ് ഈ അവസരത്തിൽ നമുക്ക് ജനങ്ങളോട് പങ്കുവെക്കാനുള്ളത്? ഇത് എനിക്ക് മുമ്പ് ഇരുന്ന വികാരിയുടെ സമയത്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു അത്യാഹിതം വന്നപ്പോൾ അതിനോട് പ്രതികരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എവിടെ നിന്നായാലും എത്തിക്കുക എന്നുള്ളതാണ്. ഏത് സന്നിധി എന്നല്ല. പെട്ടെന്ന് മാതാവിൻ്റെ അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു സാരിയാണ് എടുത്തു കൊടുത്തത്. അത് തീർച്ചയായിട്ടും അവർക്ക് അർഹിക്കുന്ന സമയമാണ്, അർഹിക്കേണ്ട സമയത്ത് എത്തിച്ചുള്ളതെന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക നഗരം മതമൈത്രിയുടെയും കൂടി അടയാളമായി മാറുകയാണ്. ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി പള്ളിയിലും അതിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പാളയം ലത്തീൻ കത്തീഡ്രൽ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം ടിൻഡു ദാസ്.